പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തിക്ക് വേണ്ടുന്നതായ എല്ലാ ആവശ്യങ്ങളും ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നു. ദൈവിക ശക്തിക്ക് വേണ്ടുന്നതായ, അതായത് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ ഉരുവിടുന്നതാണ്, ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദാനം ചെയ്യണമെന്ന്. അതായത് ദൈവിക ശക്തി നമ്മെ പാപത്തിൽ നിന്ന് സംരക്ഷിക്കുകയും വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഇടയാക്കുകയും ചെയ്യുന്നുണ്ട്. ജീവനും ഭക്തിക്കും വേണ്ടുന്നത് എന്തെല്ലാമാണ്? അതായത് പിതാവിൻ്റെ സ്നേഹം, യേശുക്രിസ്തുവിലുള്ള രക്ഷ, ദൈവവചനം, സ്നാനം, കൂട്ടായ്മ, ഈ വക കാര്യങ്ങളെല്ലാം ഈ ജീവനും ഭക്തിക്കും വേണ്ടുന്ന കാര്യത്തിൽ ഉൾപ്പെടുന്നതാണ്. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. പ്രിയമക്കളെ നോക്കൂ, നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്, നമ്മളോട് പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരുവിൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ പാദപീഠത്തിൽ കടന്നു വരുമ്പോൾ കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കും. നമുക്ക് വേണ്ടുന്നത്, നമ്മുടെ ജീവന് വേണ്ടുന്നത്, ഭക്തിക്ക് വേണ്ടുന്നത്, നമ്മെ സന്തോഷിപ്പിക്കുവാൻ, ആശ്വസിപ്പിക്കുവാൻ, ജീവിതത്തിൽ വേണ്ടുന്ന ഓരോ കാര്യത്തിൻ്റെ മധ്യത്തിലും ദൈവത്തിൻ്റെ അത്ഭുതകരം കൂടെയിരിക്കും. എന്നിട്ട് പറയാൻ, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. ഇത്ര ഭാരം ഒരു നുകം, ഹല്ലേലൂയ, നമുക്കറിയാം, ഒരു നുകം ഏറ്റെടുക്കണമെങ്കിൽ അതിന് ഭാരം വഹിക്കുന്നതായിരിക്കണം. അത്രമാത്രം ആ നുകം ചുമലിലേൽക്കുമ്പോഴാണ് ആ ഭാരം മുഴുവനും ആ ചുമലിലാണ്. അതുകൊണ്ടാ പറഞ്ഞത്, എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, ഞാൻ സൗമ്യതയുള്ളതാ. ആ സൗമ്യതയുടെ ആത്മാവിനാൽ നിങ്ങളും നയിക്കപ്പെടുന്നവരാകണം. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. എന്തെല്ലാം ഭാരവും പ്രയാസവും ഉണ്ടെങ്കിലും യേശുവിൻ്റെ പാദപീഠത്തിൽ അത് വെക്കുമ്പോൾ അതും ഒന്നുമില്ലാത്ത അവസ്ഥ, അതിൻ്റെ ഭാരക്കുറവ്, അതിൻ്റെ ആ ലഘു ആയിട്ടുള്ളത്, ഹല്ലേലൂയ, നമുക്ക് ഭാരമായിട്ട് തോന്നുന്നത് അപ്പൻ്റെ പാദപീഠത്തിൽ വെക്കുമ്പോൾ ഒന്നുമല്ല. പ്രിയമക്കളെ, നമ്മുടെ ഭാരം മാറും, നമ്മുടെ പ്രയാസം മാറും, നമ്മളിലുള്ള ദുഃഖങ്ങൾ എല്ലാം മാറ്റിത്തരുവാൻ നമ്മുടെ യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് നാം ചെല്ലണം. ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം 4:16 പറയുന്നുണ്ട്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്തിന് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലണം. ഹല്ലേലൂയ. നാം ധൈര്യം പ്രാപിച്ചുകൊണ്ട്, ഹല്ലേലൂയ, കരുണ ലഭിക്കണമെങ്കിൽ തത്സമയത്തിന് ആ സഹായത്തിലുള്ള ആ കൃപ ലഭിക്കണമെങ്കിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്ക് ചെല്ലാം. ഹല്ലേലൂയ. യേശുവപ്പച്ച അതിനു പറഞ്ഞ് ആശ്വാസം കണ്ടെത്തുവാൻ, ഭാരം ചുമക്കുന്ന ജീവിതമേ നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ, ധൈര്യത്തോടെ എൻ്റെ അടുക്കിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ളത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. എബ്രായർക്ക് ഇതിലേക്ക് 7:25 പറയുന്നുണ്ട്, ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. നമുക്ക് അല്പസ്വല്പമല്ല തരുന്നത്, പൂർണ്ണമായിട്ട് നമ്മുടെ ഏത് വിഷയത്തിന്മേലും പ്രവർത്തിക്കുന്നത് നമ്മുടെ അപ്പനാണ്. നമുക്ക് സകലവും നന്നായിട്ട് ചെയ്തു തരുന്ന അപ്പൻ്റെ പാദപീഠത്തിൽ ചെല്ലുമ്പോൾ, ഹല്ലേലൂയ, സകലവും തീർത്തു തരും. നമ്മുടെ ഭാരം അപ്പൻ്റെ മുമ്പിലേക്ക് ഇറക്കി വെക്കുമ്പോൾ, ഇവിടെ പറഞ്ഞു നോക്ക്, ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാകാലം ജീവിക്കുന്നവനാകിയാൽ അവനെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഹല്ലേലൂയ. നമ്മെ രക്ഷിപ്പാൻ,
നമ്മുടെ ഏത് അവസ്ഥയിലും നമുക്ക് വേണ്ടുന്ന ഹല്ലേലൂയ സഹായം അർപ്പിപ്പാൻ നമ്മുടെ അപ്പനാ കൂടെയുള്ളത്. വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള ദിവ്യശക്തി നമുക്ക് ലഭിക്കുന്ന നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള ആ പരിജ്ഞാനത്താൽ ഹല്ലേലൂയ ദൈവത്തെക്കുറിച്ചുള്ള ദിവ്യ ജ്ഞാനമാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് യോഹന്നാൻ സുവിശേഷം 17:3 പറയുന്നുണ്ട്, ഏക സത്യദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഹല്ലേലൂയ. നാം ഓരോരുത്തരും ആ ദൈവിക പരിജ്ഞാനത്താൽ അപ്പനെ സ്നേഹിക്കുന്ന, അപ്പനെ അറിയുന്നത് ഹല്ലേലൂയ അതാ നിത്യജീവൻ. ക്രിസ്തു മുഖാന്തരം ദൈവം ഹല്ലേലൂയ ജീവന്റെ പങ്കാളികളാകുമ്പോൾ വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്ക് ലഭിക്കുന്ന പ്രത്യേകമായ ആ ജീവിത അനുഭവമാണ് നിത്യജീവൻ. അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ എന്നും നമ്മിൽ വർദ്ധിച്ചു വരുന്ന ദൈവിക പരിജ്ഞാനത്താലാണ് അത് സാധ്യമാകുന്നത്. ഹല്ലേലൂയ. നാം അധികമായിട്ട് യേശുവിനെ അറിയുമ്പോൾ യേശുവിനോട് അനുരൂപമായി തീരുകയാണ്. ഹല്ലേലൂയ. നോക്കൂ, പത്രോസ് അപ്പോസ്തലന്റെ 1-ാം ലേഖനം 2:9 പറയുന്നുണ്ട്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ഹല്ലേലൂയ. നോക്കൂ, നമ്മെ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുക. ഹല്ലേലൂയ. കൂടാതെ കഷ്ടതയുടെ നടുവിലും ക്രിസ്തുവിന്റെ കാൽച്ചുവട് പിൻപറ്റുവാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ഹല്ലേലൂയ. അതായത് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനാണ് നമ്മെ തെരഞ്ഞെടുക്കുകയും വിളിക്കുകയും ചെയ്തത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മളെ സൽഗുണങ്ങളെ ഘോഷിച്ച് കർത്താവ് ഹല്ലേലൂയ അന്ധകാര അവസ്ഥയിൽ നിന്ന് വെളിച്ചം പകർന്നുതന്ന ഭാരമെല്ലാം മാറ്റി ഹല്ലേലൂയ ഇരുട്ടിന്റെ അവസ്ഥകളൊക്കെ മാറ്റി സന്തോഷം മുടിപ്പിച്ച ആ കർത്താവിനെ നമ്മൾ ഹല്ലേലൂയ സ്തുതിക്കണം. നമ്മെ വിളിച്ചവന്റെ ആ സൽഗുണങ്ങളെ നമ്മളെ ഘോഷിക്കണം. പത്രോസ് 1-ാം ലേഖനം 3:9 പറയുന്നു, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ. പലപ്പോഴും പലരിൽ നിന്ന് നമുക്ക് പരിഹാസവും ദുഷിയും നിന്നെയൊക്കെ കേൾക്കേണ്ടി വരും. എന്നിട്ട് നമ്മൾ അവർക്ക് പകരം നമ്മൾ ദുഷികളായി തീരുവാനോ അവരെ പരിഹസിക്കുന്നവരായി തീരുവാനോ ഒന്നുമല്ല പറയുന്നത്. നിങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവർക്ക് ദോഷവും ശകാരവും ചെയ്യാതെ അനുഗ്രഹിക്കുന്നതിനായിട്ടാണ് നമ്മെ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ദിവസങ്ങളിൽ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ യേശുവിൻ്റെ ആ സൽഗുണങ്ങളെ നമ്മൾ ഘോഷിക്കണം. കർത്താവ് നമ്മെ വിളിക്ക് യോഗ്യമാവണ്ണം നമ്മൾ നടക്കണം. ഹല്ലേലൂയ. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നത് നാം ഓർക്കണം. ഹല്ലേലൂയ. അർഹിക്കാത്ത നമ്മൾ ഓരോരുത്തരും ഹല്ലേലൂയ ചിന്തിക്കാത്ത രീതിയിലാണ് കർത്താവപ്പച്ച നമുക്ക് ഹല്ലേലൂയ ജീവനും ഭക്തിക്കും വേണ്ടുന്നതൊക്കെയും ദാനം ചെയ്യുന്നത്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ഹല്ലേലൂയ നമുക്കിതൊക്കെ സാധിക്കുമോ, എന്നെ കൊണ്ട് ഇതൊക്കെ നടക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന ആ സ്ഥാനത്ത് ദൈവം നമ്മെ അതിനെല്ലാം അർഹരാക്കി തീർക്കുകയാണ്. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ഇതിനൊക്കെ എന്നെ യോഗ്യനാക്കി തീർത്തതിനായി നന്ദി പറയുന്നു എന്ന് പറയാം. ഹല്ലേലൂയ. ദൈവതൻ സന്നിധി നമ്മെ സമർപ്പിക്കാം. കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും അവർക്ക് ജീവനും ഭക്തിക്കും വേണ്ടുന്നതൊക്കെയും കർത്താവ് ദാനം ചെയ്യണമേ. കർത്താവ് ഓരോരുത്തരുടെ അവസ്ഥകൾ ഉള്ളതുപോലെ അറിയുന്നത് കർത്താവപ്പച്ചൻ മാത്രമാണ്. അവിടുന്ന് പ്രവൃത്തിയിൽ ഭയങ്കരൻ, സകലത്തിന്മീതെ പ്രവർത്തിക്കുന്ന അപ്പന്റെ കരത്തിലേക്ക് എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുന്നു. കർത്താവപ്പച്ചൻ ഓരോ മക്കളെയും വഴി നടത്തണം, സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബിനു വജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.